നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. 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 തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാത്ത കാര്യം എൻ്റെ കണ്ണി കണ്ടാൽ ഞാൻ അതിന് പ്രതികരിക്കും. മലയാളികളുടെ ജനപ്രിയ നായകൻ. അപ്പോഴും ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ക്രൂശിച്ചു. ദിലീപേട്ടൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കും. അമ്മ സംഘടനയ്ക്ക് ഒരു പെൻഷൻ എന്ന ഒരു പരിപാടിയിലേക്ക് അതിനകത്തൊരു വഴി തെളിച്ചു വെച്ചത് ദിലീപാണ്. കാരണം 2020 എന്ന് പറഞ്ഞ പടം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം 1-2 ആൾക്കാർ വില്ലിങ് ആയാലും അത് പിന്നെ നടന്നില്ല. ദിലീപാണ് ചങ്കുറ്റത്തോടെ ഏറ്റിട്ട് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ഏറ്റ് നിന്ന് ദിലീപാണ് 2020 എന്ന് പറഞ്ഞ പടം അമ്മയ്ക്ക് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നിസാര എമൗണ്ടിൽ കിടന്ന പെൻഷൻ അതൊരു 5000 വെച്ച് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റി. ആ ഒരു ഫണ്ട് ആദ്യം ഉണ്ടാക്കി അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കി തന്ന ഒരാളാണ്. അതിനെ ആരെല്ലാം എന്തെല്ലാം എങ്ങനെന്താ പറഞ്ഞാലും ഞാൻ അതിനെ ന്യായീകരിക്കും. കാരണം ഞങ്ങളുടെ അമ്മയെ തന്നെ അമ്മ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതൊന്നും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ആൾക്കാർക്ക് അറിയത്തുമില്ല. ദിലീപും കുട്ടേട്ടനുമാണ് അതിനകത്ത്, വിജയരാഘവനുമാണ് നായകന്മാരാണ്. അപ്പം ഞാൻ ചോദിച്ചു എനിക്കെന്തായിരിക്കും വേഷം, നമുക്ക് രാജമീദേവൻ്റെ ഭാര്യയായിട്ട് അങ്ങ് അഭിനയിച്ച് കളയാം. ഞാനുടനെ പറഞ്ഞ ഞാനൊന്ന് കിടുങ്ങി, പേടിച്ചു. എനിക്ക് പക്ഷെ പൊന്നമ്മ ചേച്ചിക്ക് മമ്മൂക്കയ്ക്ക് പൊന്നമ്മ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബോണ്ടിങ് ആരാ എങ്ങനെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഇന്ന് മമ്മൂക്കയുടെ വീട്ടിൽ നിന്നൊക്കെ നല്ല ഫുഡ് കൊണ്ടുവരും. പക്ഷെ മമ്മൂക്കയുടെ എല്ലാം ഡിഫറെൻറ്റ് ഫുഡുകളാണ്. ഒന്നിനകത്തും പുളിയില്ല, എരിവില്ല, ഒന്നുമില്ലാത്ത ഫുഡ് മമ്മൂക്കയുടെ ഫുഡ്. ഇന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോൾ തന്നെ കേട്ടോ, അമ്മയും മോളും കൂടെ കയറി വരുന്നത് കൂട്ടുകാരെ പോലെ വേണോ? ഞാൻ എൻ്റെ ഈ പ്രണയത്തെ ദൈവത്തെ ഓർത്ത് മമ്മി പോകുന്നതൊക്കെ ഉള്ളത്. പ്രണയം ഒന്നും പറയാൻ പോയൊക്കെ എന്ന് പറയും. അവർ കേട്ട് മടുത്തത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിനോടൊപ്പം ഉള്ളത് മലയാളി മനസ്സുകളിൽ എന്നും പ്രിയപ്പെട്ട, മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. 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 ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം 90 കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഞങ്ങളെ ഒരുപാട് സൗന്ദര്യം കൊണ്ടാണെങ്കിലും സൗണ്ട് കൊണ്ടാണെങ്കിലും ഞങ്ങളെ വിസ്മയിപ്പിച്ച ഒരു നടി തന്നെയാണ്. എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എല്ലാം നല്ലത് തന്നെ. ഈ പണ്ട് മുതൽക്കേ ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ്, തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. അതെ. ആദ്യം തന്നെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഉണ്ടായ കാരണം ഇവിടുന്ന് കിട്ടിയ ഒരു ഉന്മേഷമാണ്. നമ്മളത് ജീവിതാനുഭവങ്ങളാണ്. തീർച്ചയായും ജീവിതം. നമ്മൾ വളരെ ചെറുപ്പത്തിലൊക്കെ കല്യാണം കഴിച്ച് സെറ്റിലായി. അവിടുന്ന് പിന്നെ ഒരു വീഴ്ച വന്നപ്പം അവിടുന്ന് പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മളെ ഇങ്ങനെ സ്ട്രോങ് ആക്കി മാറ്റുന്നത്. നമ്മുടെ ബാല്യകാലങ്ങളിൽ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് സപ്പോർട്ട് എപ്പോഴും നമുക്ക് അമ്മയും അച്ഛനും സപ്പോർട്ടായിട്ട് നമുക്ക് ഉണ്ടാവും. കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ഉണ്ടാവും. അപ്പോൾ ഹസ്ബൻഡിന് ഒരു വീഴ്ച വന്നാൽ എന്ത് ചെയ്യും? ആരെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഭാര്യയല്ലേ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും വേണെന്താ, ഒറ്റയ്ക്ക് വഴി വെട്ടിയാലും ഈശ്വരൻ എന്ന് പറഞ്ഞൊരാൾ കൂടെയുണ്ട്. ഒന്ന്. രണ്ടാമത് ഈ വഴി വെട്ടി വരുമ്പം നമുക്ക് നല്ല നല്ല മുഹൂർത്തങ്ങളും നല്ല നല്ല സന്ദർഭങ്ങളും ഒക്കെ ഒരുക്കി തന്ന ആൾക്കാരുകളുണ്ട്. അത് ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്ന കാര്യങ്ങൾ. അതൊക്കെ ഞാൻ മാത്രം ഒരാളങ്ങ് ഇറങ്ങിയിട്ട് മാത്രം അങ്ങ് ഒന്നും ആകണമെന്നില്ല. ഇതിന് പുറകെ ഒരു ദൈവാനുഗ്രഹവും ഒരു ഗുരുത്വവും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെട്ടിത്തെളിച്ച് വരുന്ന പാതയിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഈ പൊന്നമ്മ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ സൗഹൃദങ്ങൾ എന്നോട് പറഞ്ഞത് വന്ന വഴി മറക്കാത്തൊരു വ്യക്തിയാണ്. ഒരു ബന്ധം എത്ര കാലഘട്ടങ്ങൾക്ക് മുമ്പ് ബന്ധം തുടങ്ങിയോ അത് എത്ര കാലഘട്ടം കഴിഞ്ഞാലും ബന്ധം കണ്ടിന്യൂ ചെയ്യും. ബന്ധങ്ങൾക്ക് എപ്പോഴും ഒരു വാല്യൂ കൊടുക്കും. തീർച്ചയായും എല്ലാ ബന്ധങ്ങൾക്കും ഞാൻ സ്ഥാനം കൊടുക്കാറുണ്ട്. സൗഹൃദങ്ങളായാലും സിനിമയിലെല്ലാം നമുക്ക് എല്ലാ സൗഹൃദങ്ങളും ആരുമായിട്ടും എനിക്കൊരു വഴക്കൊന്നുമില്ല. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാത്ത കാര്യം എൻ്റെ കണ്ണി കണ്ടാൽ ഞാൻ അതിന് പ്രതികരിക്കും. ഇപ്പം എൻ്റെ കണ്ടാൽ എന്നോടും അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമാണ്. എന്നാലേ എനിക്ക് എന്നെ തിരുത്താൻ പറ്റത്തുള്ളൂ. കൂടുതലും എന്നെ തിരുത്തുന്നതൊക്കെ എൻ്റെ മക്കളാണ്. ഇപ്പം ഞാൻ ചില പറയുന്ന കാര്യങ്ങൾ ഇന്റർവ്യൂവിന് വന്നപ്പോൾ തന്നെ കേട്ടോ, അമ്മയും മോളും കൂടെ കയറി വരുന്നത് കൂട്ടുകാരെ പോലെ വേണോ? അതെ. ലൈഫ്. അതെ. ഞാൻ വളരെ ചെറുപ്പത്തിൽ കല്യാണമൊക്കെ കഴിച്ചത് കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചത് കൊണ്ട് മക്കൾ വളർന്ന കൂട്ടത്തിൽ ഞാനും അങ്ങ് വളർന്നു. ആ ഒരു സൗന്ദര്യം ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എവിടെ ഇന്റർവ്യൂവിന് പോയാലും, ഏത് സിനിമകളിൽ പോയാലും, ഏതൊരു ഫോട്ടോഷൂട്ടിന് പോയാലും, കോസ്റ്റ്യൂമിലാണെങ്കിലും ഈ ഒരു ലുക്ക് വൈസ് ആണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തും ചേച്ചിയെ. അത് പണ്ട് മുതൽക്കേ എനിക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി വേണമെന്ന് കരുതിയതാണോ? തീർച്ചയായും.
എനിക്ക് മറ്റുള്ളവരെ വസ്ത്രധാരണം അനുകരണം എനിക്ക് താല്പര്യമില്ല. എനിക്കൊരു അല്ലാതെയുള്ള എൻ്റെ മനസ്സിൽ ഓർണമെൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ ഡ്രസ്സായാലും ഒക്കെ എൻ്റേതായ ഒരു കാഴ്ചപ്പാടുകളുണ്ട്, അല്ലെ എൻ്റെ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും സീരിയൽ ചെയ്യുന്നില്ലല്ലോ, ഞാൻ വല്ലപ്പോഴെങ്ങാനാണ് ഒരു സീരിയൽ അഭിനയിക്കുക. അതെനിക്ക് അത്ര പിടിച്ച കഥാപാത്രം എന്നിലോട്ട് വന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്ത ഒരു സീരിയലാണ് മിസ്സിസ് ഹിറ്റ്ലർ. കേരളത്തിൻ്റെ നമ്പർ 1 സീരിയലായിരുന്നു. സീരിയൽ നമ്പർ 1 ആയിരുന്നു. അതിൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ സാരീസും. അപ്പോൾ നമ്മൾ ഇത് കൊല്ലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സാരി ഓർണമെൻറ്റ്സ് എല്ലാം കളക്ഷൻസ് കൂടുക. ഇതെല്ലാം നമ്മൾ വെച്ചേക്കുക. ഒരിടത്ത് നമ്മൾ അതുപോലെ വല്ല ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ നമ്മളതൊന്ന് എടുത്ത് നമ്മൾ ഇടാറുള്ളൂ. അപ്പോൾ ഈ സീരിയൽസ് വരുമ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ഇത് എവിടെ നിന്നാണ് ഈ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ സാരി എവിടെ നിന്ന് എടുത്തെന്ന് കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഇപ്പം അല്ലാതെ നമ്മൾ കാണുന്നത് എനിക്ക് എല്ലാവരും ഇടുന്ന ഓർണമെൻറ്റ്സ്, എല്ലാവരും ഉടുക്കുന്ന സാരി, അതൊന്നുമല്ല എൻ്റെ കണ്ണിൽ. എനിക്കതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിക്കുന്നത്. ആ വ്യത്യസ്തതയാണ് ചേച്ചി നിലനിർത്തുന്നത്. അതായിരിക്കാം. ചേച്ചി ഇനി സിനിമയിലോട്ട് വരുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞ് ചേച്ചിയെ സിനിമയിൽ കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ ചേച്ചിക്ക് ആഗ്രഹം കൂടി വന്ന് സിനിമയിൽ എത്തിയതാണോ? എനിക്ക് സിനിമ ഒരു 10-16 വയസ്സുള്ളപ്പോൾ തന്നെ എനിക്ക് സിനിമയിൽ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ആ സമയത്ത് ഡാൻസും ഒക്കെ ചെയ്ത് നല്ല അന്നത്തെ കാലത്ത് പേരെടുത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു എനിക്ക് 1-2 ഓഫറുകൾ വന്നിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചാച്ചനും ഒന്നും മറ്റുള്ളവർക്കൊന്നും താല്പര്യമില്ല സിനിമയെന്ന് പറയുമ്പോൾ. ഞങ്ങളൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് കുടുംബത്തിൽ നിന്ന് ആരുമില്ല, സിനിമയിലോ സീരിയലോ ഒന്നും ആരുമില്ല. അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ സിനിമയിൽ കൊണ്ടുവരണം. അതിന് 3 വയസ്സ് മുതൽ എന്നെ എന്നെ ഡാൻസ് അമ്മ പഠിപ്പിച്ചു. അപ്പം ആ അമ്മയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് അതൊക്കെ വന്നങ്ങ് പോയി. ആ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലോട്ട് അങ്ങനെ ഒരു സിനിമ സ്വപ്നമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിനിമ, ഇപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്ക് സിനിമയിൽ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് മിസ് കുമാരിയുടെ ബ്രദറൊക്കെ താമസിക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരെപ്പോഴും പറയായിരുന്നു, ഇപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് അന്ന് ചെറുപുഷ്പം ഫിലിംസ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. സിനിമ അന്ന് ഫേമസാണ്, ആ കാലത്ത് ഫേമസാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് അവരോട് പറയാം അവൾ പഠിത്തം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ നിന്ന സമയത്താണ് ആ സമയത്താണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ സമ്മതിയിലൊരു ഡ്രാമയിൽ ഒരു ഡാൻസ് ചെയ്യുന്നൊരു കുട്ടി വേണം. അപ്പോൾ ഡാൻസ് ചെയ്യുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കലോത്സവ വേദികളിലാണ് എന്നെ വന്നിട്ട് അത് കണ്ടിട്ട് വന്നിട്ടാണ് എന്നെ വീട്ടിൽ വന്ന് ചോദിക്കണത്, ഇങ്ങനെ നാടകത്തിലൊരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അമ്മ ഭയങ്കര എതിർപ്പാണ്, ഒരിക്കലും സമ്മതിക്കില്ല, വിടത്തില്ല, അങ്ങനെ നാടകമൊന്നും വിടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത്രയും കാല് പിടിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഉദ്ഘാടനം വരെ ഒരു കളി പഠിച്ച് തരാം, അല്ലാതെ അതിന് ശേഷം പൊന്നമ്മനെ അവൾ തരത്തിൽ അവൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവൾ കൊച്ചാന്ന് പറഞ്ഞു. പക്ഷേ ആ ഉദ്ഘാടനം ആ ഒരു ഡാൻസിൻ്റെ സമയത്ത് പോയപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ഇഷ്ടവും കാര്യമൊക്കെ അവിടെ വരികയും പെട്ടെന്ന് കല്യാണം കഴിച്ചു. അല്ല, വീട്ടുകാരെ എതിർത്ത് തന്നെ കെട്ടേണ്ടി വന്നു. വീട്ടുകാർ സമ്മതിക്കില്ല. അമ്മയ്ക്ക് ഭാവിയിലോട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഏത് അമ്മമാരുടെ സ്വപ്നങ്ങൾ ഞാൻ അമ്മയായപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നു. അതുവരെ പെൺകുഞ്ഞുങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല. അത് ഞാനും ആ പ്രായം കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് ആ സമയത്ത് ഈ സിനിമാ സ്വപ്നമൊന്നും മനസ്സിൽ വന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ വർഷങ്ങളെല്ലാം പോയതിന് ശേഷം ഹസ്ബൻഡ് അന്ന് നാടക സമിതി ഉണ്ടായിരുന്നു, ഏറ്റുമാനൂർ സുരപ്പില്ല തിയേറ്റേഴ്സ് എന്നും പറഞ്ഞ്. പിന്നെ കൂടെ ചെറിയ ബിസിനസ്സും ഉണ്ടായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ആ സമയത്ത് അങ്ങനെ പിന്നെ അങ്ങനെ കൊല്ലങ്ങൾ പോയപ്പോൾ നാടകമൊക്കെ അങ്ങനെ ഫ്ലോപ്പായി. ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ ഇത് കേട്ട് മടുത്തിട്ടുള്ള പിള്ളേർ എപ്പോഴും പറയും ഞാൻ എൻ്റെ ഈ പ്രണയത്തെ ദൈവത്തെ ഓർത്ത് മമ്മി പോകുന്നതൊക്കെ ഉള്ളത്, പ്രണയം ഒന്നും പറയാൻ പോയൊക്കെ എന്ന് പറയും. അവർ കേട്ട് മടുത്തത്. അപ്പോൾ അങ്ങനെ പക്ഷേ ഞാൻ സിനിമയെ അന്വേഷിച്ച് പോയ ആളല്ല, സിനിമ എന്നെ തിരക്കി വന്നതാണ്. കാരണം ഞാൻ ഫൈനാൻസ് നാടകം കളിക്കുക. അപ്പം ഒരു ഇതിഹാസ കാവ്യം നാടകം. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് യയാതിയ നാടകം. അപ്പോൾ ഞാൻ അതിനകത്തൊരു മെയിൻ വേഷമാണ് ചെയ്യുന്നത്. എൻ്റെ ശർമ്മിഷ്ഠ വേറൊരു ക്യാരക്ടറും കൂടി ഉണ്ട്, മറ്റേ ക്യാരക്ടർ വില്ലത്തിയ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് വെച്ച് പറഞ്ഞു പൊന്നമ്മ, അപ്പോൾ പേര് അനൗൺസ് ചെയ്യുമല്ലോ, ഇവള് ഇന്ന ആളെന്നും പറഞ്ഞു. അപ്പോൾ പുള്ളി വന്ന് പറഞ്ഞു പൊന്നമ്മേനെ വന്നു. ജസ്റ്റ് എനിക്കാണ് ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ നിറഞ്ഞു നിൽക്കുക. അപ്പോൾ എനിക്കാണ് കിരീടം വെക്കണം, കുറേ കാര്യങ്ങളുണ്ട്.
പെട്ടെന്ന് വെച്ച് ഞാൻ പോടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളുടെ നാടകം കണ്ട് നന്നായിട്ടുണ്ട്, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞില്ല, അവൾ ഇങ്ങനെ പിന്നെ നാടകമാണ്, പിന്നെ അതല്ല സ്വന്തം സമിതി എന്ന് പറഞ്ഞ ഹസ്ബൻഡ് സമിതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കൊണ്ട് ആദ്യം എഗ്രിമെൻറ്റ് വെപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ എഗ്രിമെൻറ്റ് കഴിയാതെ നമുക്കത് മാറാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞു എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നുന്നു, ഞാൻ ലാൻഡ് നമ്പർ, അത് മൊബൈലൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ, ലാൻഡ് നമ്പർ തന്നു. പുള്ളി പോയി എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് പോയി. പിന്നെ ആ വർഷം നാടക ഏയാതി എന്ന് പറഞ്ഞാൽ നമുക്ക് ദേവയാനി ആയിട്ടായിരുന്നു കേട്ടോ, ഞാൻ ദേവയാനി ആയിരുന്നു ഞാൻ, ഒക്കെ മറന്നു പോയത്. അപ്പോൾ അങ്ങനെ ആ വർഷം നാടകം ഈ ഒരുപാട് സെറ്റ് വർക്ക്, അപ്പം നമുക്ക് അധികവും നാടകം സെക്കൻഡൊന്നും കളിക്കാൻ പറ്റില്ല, ഒരു നാടകമൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അന്ന് MS തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്നു നമ്മുടെ നാടകത്തിന്. അങ്ങനെ ആ നാടകം കഴിഞ്ഞ് പിന്നത്തെ വർഷമായപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് സിനിമ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ വീണ്ടും പിന്നെ പുള്ളിയെ വിളിച്ചു. പക്ഷെ അതിനു മുമ്പ് ഞാൻ പിന്നീട് നാടകത്തിൽ വരാൻ കാര്യം ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്ത് ആ ബിസിനസ്സൊക്കെ പറയാൻ മാറിയപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ കലാരംഗത്തേക്ക് വരുന്നത്. അവിടെ നിന്ന് പിന്നെ ഞാൻ വരുന്നത് ഹസ്ബൻഡ് ഞങ്ങളുടെ സമിതിയിലല്ല, ഞാൻ പൂഞ്ഞാർ നവധാര എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു സമിതി ഉണ്ടായിരുന്നു. അവിടെ ഞാൻ 2 വർഷം നാടകം കളിച്ച് നാടകം കളിച്ചിട്ടാണ് 3ാമത്തെ വർഷമാണ് പിന്നെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഈ സുരഭില തിയേറ്റേഴ്സിൻ്റെ നാടകം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയപ്പം നമ്മൾ കളിച്ച്. അങ്ങനെ അവിടുന്ന് ഈ നാടകം കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ പുള്ളിയെ വിളിച്ചു. ഇങ്ങനെ ഞാനാണ് പൊന്നമ്മയാണ്, ഇങ്ങനെ അന്ന് ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കത് സിനിമയുടെ കാര്യം. അയ്യോ നിങ്ങൾ വിളിച്ച കറക്റ്റ് സമയത്ത് ഞങ്ങൾ പടം തുടങ്ങാൻ പോവുക, ഞങ്ങളൊരു പുതിയ 1-2 ആർട്ടിസ്റ്റിനെ നോക്കുന്നുണ്ട്, ദിലീപും കുട്ടേട്ടനുമാണ് അതിനകത്ത്, വിജയരാഘവനുമാണ് നായകന്മാരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കെന്തായിരിക്കും വേഷം? നമുക്ക് രാജംവിദേവിൻ്റെ ഭാര്യയായിട്ട് അങ്ങ് അഭിനയിച്ച് കളയാം. ഞാനുടനെ പറഞ്ഞു ഞാനൊന്ന് കിടുങ്ങി. കാരണം ഈ രാജംവിദേവ് എന്ന് പറയുമ്പം അന്ന് ഈ കാട്ടുകുതിര നാടകം കളിച്ചൊക്കെ പുള്ളിയുടെ ഈ നാടകങ്ങളൊക്കെ അന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആ ഒരു സ്വപ്ന റേഡിയോയിൽ കൂടെ ഇങ്ങനെ കാട്ടുകുതിരയുടെ നാടകവും പിന്നെ ഈ ടേപ്പ് റെക്കോർഡ് ഈ കാസറ്റ് ഇട്ട് കറങ്ങി ഇങ്ങനെ ടേപ്പ് റെക്കോർഡിൽ കൂടെ നമ്മളിങ്ങനെ പുള്ളിയുടെ നാടകങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാനന്ന് 2ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുന്ന സമയം, ആ സമയത്ത് ഈ നാടകം ഞാൻ ഈ ടേപ്പിൽ കൂടെ കേൾക്കുന്ന കാട്ടുകുതിര കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ രാജംവിദേവ് പിന്നെ സിനിമയിൽ വന്നു, പുള്ളി വില്ലനാക്കട്ട് അഭിനയിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രായട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ കേട്ടപ്പോൾ ഞാനൊന്ന് കിടുങ്ങി, പേടിച്ചു. എനിക്ക് ദൈവമേ എന്തായിരിക്കുമോ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ ഭയങ്കര പാവം മനുഷ്യൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, ഇവർ നാടകമൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ്. എന്നിട്ട് ഇവർ ബാബുച്ചേട്ടനും പിന്നെ ഈ രാജംവിദേവും ഒക്കെ രായട്ടനും സമിതി ഉണ്ടല്ലോ. അങ്ങനെ പുള്ളി പറഞ്ഞത് ധൈര്യമായിട്ട് പോയി അഭിനയിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് അഭിനയിക്കാൻ വന്നപ്പോൾ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഒരു മാഗസിൻ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവർ പറയും ഇത് തന്നെയാണല്ലോ അവിടെയും കേട്ടതെന്ന് അവർ തന്നെ പറയും. അങ്ങനെ അത് വന്നിട്ട് പിന്നെ രായട്ടൻ പറഞ്ഞു നീ എന്നോട് ചോദിച്ചു എന്താണ് പേര്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭർത്താവിൻ്റെ പേര്. ഞാൻ പറഞ്ഞു ബാബു. നമ്മുടെ ബാബു എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ സുരഭില. നമ്മുടെ വാവക്കാടൻ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു. എന്നോട് ഭയങ്കര ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്ത് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇല്ല ആദ്യം വരുമ്പോൾ ലുക്കും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല, ക്യാമറയുടെ ലുക്ക് എവിടെ നോക്കണം, ഞാൻ ക്ലോസ് എടുക്കുമ്പോൾ എങ്ങോട്ട് നോക്കണം എന്ന് അറിയില്ലല്ലോ, തുടക്കമല്ലേ. അപ്പം അങ്ങനെ എനിക്ക് രായട്ടനാണ് എനിക്ക് അവിടെ നിന്ന് എല്ലാം പറഞ്ഞു തരികയും അതിനുശേഷം ഞാൻ രായട്ടനോട് തന്നെ എത്രയോ പടങ്ങൾ അഭിനയിച്ച്, രായട്ടനോടൊപ്പം എത്രയോ പടങ്ങൾ ഞാൻ അഭിനയിച്ച് അങ്ങനെ ആ സിനിമ ഞാൻ വരുന്നത്. പക്ഷേ ആ പടങ്ങൾ 1-2 പടം പക്ഷെ പടനായകൻ ഹിറ്റായിരുന്നു. ഹിറ്റിൻ്റെ ഒരു മാഹാത്മ്യമൊന്നും അന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു പടം സിബി സാറിൻ്റെ പടം ചെയ്ത് അങ്ങനെ എനിക്ക് ഉദ്യാനപാലനം ബ്രേക്ക് കിട്ടിയ പടം ഉദ്യാനപാലകൻ മമ്മൂക്ക. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ മമ്മൂക്കയോട് അടുത്ത് ചെല്ലാൻ ഇച്ചിരി പാടാ. അതായത് മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ മമ്മൂക്ക ചേർത്ത് പിടിക്കത്തുള്ളൂ. 2 മമ്മൂക്കയുടെ മനസ്സിലൊരു ഇഷ്ടം തോന്നാനും പാടാം. പക്ഷെ പൊന്നമ്മ ചേച്ചിക്ക് മമ്മൂക്കയ്ക്ക് പൊന്നമ്മ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബോണ്ടിങ് എങ്ങനെ? ആരെങ്ങനെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? അതല്ല, മമ്മൂക്കയുടെ ഞാൻ ആദ്യം അഭിനയിക്കുന്ന ഉദ്യാനപാലകൻ. പിന്നീട് ഞാൻ മമ്മൂക്കയുടെ ഒപ്പം കുറേ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്ക എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ഭയങ്കര സ്നേഹക്കാരനാണ്. മമ്മൂക്കയെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര റഫായിട്ട് മമ്മൂക്ക നിൽക്കുക. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നടക്കുന്ന ഒരു പെട്ടെന്ന് അടുക്കുന്ന അപ്പം അല്ലെന്നല്ല വിചാരം. അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന ആളുമല്ല. നമ്മളധികം അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പോയി അങ്ങനെ പറയാനോ അങ്ങനെ ഞാൻ നിൽക്കാറുമില്ല. നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കൾ, ഇവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുകയും
ഒക്കെ ചെയ്ത് ഞാൻ ഒരു പക്ഷേ ആ ഒരു അങ്ങനെയൊക്കെ ഒരു സിനിമയുടെക്കാരുടെ ഇടയിൽ അങ്ങനെയൊക്കെ നിന്നത് കൊണ്ടൊക്കെ ആവാം ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് പിന്നെ നമുക്കൊക്കെ മനസ്സിലായി ഞാൻ നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഏതെല്ലാം തരത്തിലുള്ള റോളുകൾ ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് ഇപ്പോൾ താപ്പാനെ ആയാലും പിന്നെ തുറുപ്പുകുലാനായാലും പോക്കിരിരാജി ആയാലും എല്ലാം എനിക്ക് വ്യത്യസ്തമായ കോമഡികളാണ്. അതെല്ലാം ഒരു വ്യത്യസ്തതയുള്ള സംഭവങ്ങളായിരുന്നു ഞാൻ അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. ഉദ്യാനപാലനായാലും എനിക്ക് കൊച്ചിൻ ഖനീഫയുടെ വൈഫായിട്ടായിരുന്നു ആ സിനിമ മൂലം അഭിനയിച്ചത്. അതിനുശേഷം പിന്നെ നമുക്കുടെ കുറേ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദ സ്നേഹം ഉണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ നമുക്ക് നമസ്കാരം, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, നമുക്ക് അതൊക്കെ അങ്ങനെ ചോദിക്കുക. നമുക്ക് അങ്ങനെ സ്നേഹങ്ങൾ പരസ്പരം ചോദിക്കും. എല്ലാവർക്കും പറയും അങ്ങനെ അവർ മമ്മൂക്ക ലാലേട്ടനൊന്നും ചോദിക്കില്ല, അവരവരുടെ ഒരിക്കലുമല്ല. അവർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ എല്ലാവരോടും കാണുന്ന കൈ എത്തുന്ന എല്ലാവരോടും അവർ അന്വേഷിക്കുകയും നമ്മുടെ കുറേ നാൾ കണ്ടില്ലെങ്കിൽ ആരെക്കൊണ്ടെല്ലാം വിളിച്ച് അന്വേഷിപ്പിക്കുകയും, അല്ലെങ്കിൽ നമ്മളെ തമ്മിൽ കാണുമ്പം നമ്മളത് ചോദിക്കും എവിടെയായിരുന്നു, പിള്ളേരുടെ അടുത്ത് പോയിരുന്നോ, അല്ല അങ്ങനെയൊക്കെ തിരക്കുന്ന ആളും കൂടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ അവരെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒക്കെ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സത്യങ്ങൾ നമുക്കല്ലേ അറിയുള്ളൂ. ഞങ്ങൾ മമ്മൂക്കയൊക്കെ പണ്ട് 7 പൊന്നത്തരകൻ, പോത്തമ്പാവ അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തപ്പോഴൊക്കെ ഞാൻ പോക്കിരി രാജ ആ പടമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ വട്ടമിട്ട് കസേരയിട്ടിട്ടായിരിക്കുക. മനസ്സിലായോ? എവിടെയെങ്കിലും ഞാനിപ്പോൾ ഉദ്യാനപാലം പടം കഴിഞ്ഞ് ഞാൻ ചെയ്തിരിക്കുമ്പോൾ ബ്രേക്ക് വന്നപ്പോൾ അവിടെ ഒരു വീടിൻ്റെ തിട്ടയുണ്ട്, ഇങ്ങനെ തിണ്ണയുടെ ഇങ്ങനെ നമ്മൾ ഇതില്ലേ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ വീടിൻ്റെ പടി ഉണ്ടാവുമല്ലോ ഒരു വീതിയിൽ, അവിടെ നമുക്ക് ഒരു തലേണം വെച്ച് നമുക്ക് അവിടെ കിടക്കുക ഉച്ചയ്ക്ക്. കാരവനൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. അവിടെ ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അവിടെ കിടപ്പുണ്ട് അവിടെ. അന്ന് അങ്ങനെയൊക്കെ അന്ന് ഓരോ നമ്മുടെ പഴയ ആൾക്കാരുകൾ സിനിമ ചെയ്ത് വന്നിട്ടുള്ളൂ, ലാലേട്ടനായാലും മമ്മൂക്കയായാലും. പിന്നെ ക്യാരവൻ ഫെസിലിറ്റീസ് വന്നാൽ പിന്നെ എല്ലാവരും പിന്നെ അതിലോട്ട് അങ്ങ് കയറി പോയി കിടക്കുക. പണ്ട് അതായിരുന്നില്ല. ഞങ്ങളായാലും അതെ, അവിടെ ഒരു പാ കണ്ടു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കട്ടിൽ കണ്ടു, കുറച്ച് സമയം പോയിട്ട് ഞങ്ങൾ പോയിട്ട് കട്ടിലെ പോയി. ഇപ്പോൾ ഞാനൊക്കെ പൊന്നമ്മ ചേച്ചി അല്ലെങ്കിൽ മണ്ഡല ചേച്ചി അങ്ങനെ നമ്മുടെ പഴയ ടീമുകൾ ആൾക്കാരുണ്ടാവില്ല. ഞങ്ങളെല്ലാം ഒരു 2 കട്ടയിൽ ഒരു കട്ടിലെ തന്നെ 5-6 പേര് അട്ടയടിക്കിട്ട പോലെകളിങ്ങനെ കിടക്കും. ചെരിഞ്ഞ് കിടക്കും. ചെരിഞ്ഞ് കിടന്നാൽ എല്ലാവർക്കും കൂടെ കിടക്കാമല്ലോ. അന്ന് പിന്നെ ഇത്രയും തടിയൊന്നും നമുക്കില്ല ആ സമയത്തൊന്നും. ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരു കട്ടിൽ 5-6 അടുക്കി ഞങ്ങളിങ്ങനെ കിടന്നിട്ടുണ്ട്. അതൊക്കെ ഒരു നിമിഷങ്ങളല്ലേ അതൊക്കെ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കും, ഒരാളിങ്ങനെ കെട്ടിപ്പിടിക്കും, മറ്റേ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കും, മറ്റേ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കും. ഞാൻ അന്നൊക്കെ ഒരു ക്യാമറ കൊണ്ട് ഇതൊക്കെ എടുത്തു വെക്കായിരുന്നു, ഫോട്ടോയൊക്കെ. രസമല്ലേ? ഇപ്പൊ അന്നൊക്കെ ഫുഡ് കഴിക്കാൻ തന്നെ ആണെങ്കിൽ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടല്ലേ? തീർച്ചയായും. അന്ന് മമ്മൂക്കയുടെ വീട്ടിൽ നിന്നൊക്കെ നല്ല ഫുഡ് കൊണ്ടുവരും. പക്ഷെ മമ്മൂക്കയുടെ എല്ലാം ഡിഫറെൻറ്റ് ഫുഡുകളാണ്. ഒന്നിനകത്തും പുളിയില്ല, എരിവില്ല, ഒന്നുമില്ലാത്ത ഫുഡ് മമ്മൂക്കയുടെ ഫുഡ്. ഈ ഒരു സൗഹൃദം മമ്മൂക്കയായിട്ടുള്ളത് കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുക, ഈ മമ്മൂക്കയുടെ സൗന്ദര്യ രഹസ്യം എന്തുവാ? മമ്മൂക്കയുടെ മനസ്സ് നല്ല മനസ്സല്ലേ മമ്മൂക്ക. മമ്മൂക്കയുടെ നല്ല മനസ്സ്. ഒത്തിരി ആൾക്കാരെ മമ്മൂക്ക സഹായിക്കാറുണ്ട്. മമ്മൂക്ക ഒരുപാട് ആൾക്കാരെ എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു നല്ല മനസ്സുള്ള ഒരാൾ, നല്ല മനസ്സാണ് ആ ഒരു ഏത് മനുഷ്യൻ്റെ മനസ്സ് നല്ലതാണെങ്കിൽ നല്ലൊരു മുഖം കിട്ടും. എല്ലാം വരും. എല്ലാവർക്കും നല്ലത് എപ്പോഴും വരണേ നമ്മൾ പ്രാർത്ഥിക്കുക. എന്താ പറയണേ, എല്ലാവരും നല്ലതായിട്ടിരിക്കുക. മലയാളികളുടെ ജനപ്രിയ നായകൻ എന്ന ലേബൽ ദിലീപേട്ടൻ അപ്പുറമൊന്നുമില്ല അല്ലേ? അപ്പോഴും ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ക്രൂശിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനെ വരെ ക്രൂശിച്ചു, അത് വേറെ കാര്യം. അപ്പോഴും ചേച്ചി പറയുന്ന പല അഭിമുഖവും ഞാൻ കേട്ടപ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടതാണ്. ദിലീപേട്ടൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ടല്ലേ? ഒത്തിരി പേരെ സഹായിക്കാറുണ്ട്. ചേച്ചിയുമായിട്ടുള്ള ദിലീപ് മാത്രമല്ല, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, പിന്നെ എൻ്റെ അറിവിൽ അവരെല്ലാം സഹായിക്കാറുണ്ട്. ദിലീപ് ഒക്കെ സഹായിക്കാറ്. പക്ഷെ ദിലീപ് സഹായിക്കുമെന്ന് അറിയാമെങ്കിലും ഇവരെയൊക്കെ സഹായിച്ചാലും ഒന്നും പുറത്തോട്ട് വരുന്നില്ല. ഇവർക്കാർക്കും ഇഷ്ടമല്ല ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ അമ്മയെ തന്നെ അമ്മ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതൊന്നും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ആൾക്കാർക്ക് അറിയത്തുമില്ല. ഈ ആൾക്കാർക്ക് അറിയുന്നതാണ് ആൾക്കാർ ഈ എന്താ പറയുക, അവരറിയുന്നില്ല ഇങ്ങനെ കൊടുത്തത്. ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ കൊടുത്തോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ദിലീപ് ഒരുപാട് പേരെ സഹായിച്ചു എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ചാനലിൽ ഇൻ്റർവ്യൂ പോയിരുന്നപ്പോൾ ഒരു അമ്മയും മോളും വന്നിരുന്ന് ഒരു വീൽ ചെയറിലൊരു കുട്ടി വന്നിരുന്നിട്ട് കരഞ്ഞു പറയുന്നപ്പോഴാണ് ഞാനിങ്ങനെ അന്തം വിട്ടുപോയി ആ കൊച്ചിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. ദിലീപേട്ടൻ ഇരിക്കുന്നൊരു ഷോ അല്ലേ? അതിൽ ആ കൊച്ചു വന്ന അതിലും പറഞ്ഞു. പിന്നെ അല്ലാതെ ആ കൊച്ചു ഒരു അമൃത ചാനലിൽ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് ആ കൊച്ച് അത് വന്നത് വേറെ ചാനലായിരുന്നു ദിലീപിൻ്റേത്. മറ്റേത് അമൃത ചാനലായിരുന്നു. രണ്ടാമത് ഈ കുട്ടി വന്ന് അപ്പോഴാണ് ഞാനിത് കാണുകയും ദിലീപിൻ്റെ അപ്പം ഞാനിത് കണ്ടിട്ടില്ല. ഞാനിത് പറഞ്ഞതിന് ശേഷമാണ് ദിലീപിൻ്റെ ഇത് കാണുന്നത് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ കൊച്ചു കാര്യമൊന്നും അമ്മയ്ക്ക് എന്ത് സ്നേഹമായിട്ട് ദിലീപിനെ പറ്റി സംസാരിക്കണം. പിന്നെ അതുമാത്രമല്ല, അല്ലാതെ ഒരുപാട് ആൾക്കാർക്ക് ദിലീപ് സഹായിക്കാറുണ്ട്, ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സിനിമയിലുള്ള ആൾക്കാർക്ക് പോലും ദിലീപ് സഹായിക്കാറുണ്ട്. ഒന്നും വേണം, ഞങ്ങളുടെ അമ്മ സംഘടന തന്നെ എടുത്താൽ പോരെ. അമ്മ സംഘടനയ്ക്ക് ഒരു പെൻഷൻ എന്ന ഒരു പരിപാടിയിലേക്ക് അതിനകത്തൊരു വഴി തെളിച്ചു വെച്ചത് ദിലീപാണ്. കാരണം
2020 എന്ന് പറഞ്ഞ പടം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം 1-2 ആൾക്കാർ വില്ലിങ് ആയാലും അത് പിന്നെ നടന്നില്ല. ദിലീപാണ് ചങ്കൂറ്റത്തോടെ ഏറ്റിട്ട് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ഏറ്റ് നിന്ന് ദിലീപാണ് 2020 എന്ന് പറഞ്ഞ പടം അമ്മയ്ക്ക് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാനടക്കം, അല്ലെങ്കിൽ നമ്മുടെ താരങ്ങൾ മമ്മൂക്ക, ലാലേട്ടൻ മൊത്തം അടക്കം ആ സിനിമയിൽ എല്ലാവരും അഭിനയിച്ചു. ആ പടം വമ്പൻ ഹിറ്റായിരുന്നു. അപ്പോൾ അത് അമ്മയ്ക്കൊരു വലിയൊരു ഫണ്ട് അമ്മയിലോട്ട് വന്നപ്പം കുറേ നിസ്സാര എമൗണ്ടിൽ കിടന്ന പെൻഷൻ അതൊരു 5000 വെച്ച് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റി. അത് പിന്നെ ദിലീപ് എന്ന് പറഞ്ഞ ആ ഒരു ഫണ്ട് ആദ്യം ഉണ്ടാക്കി അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കി തന്ന ഒരാളാണ്. അതിനെ ആരെല്ലാം എന്തെല്ലാം എങ്ങനെന്താ പറഞ്ഞാലും ഞാൻ അതിനെ ന്യായീകരിക്കും. കാരണം നമ്മളത് തന്നത് മറക്കരുത്. അതിനുശേഷം അമ്മയുടെ ഫണ്ടിലോട്ട് ഒത്തിരി നമുക്ക് സ്റ്റേജ് ഷോസുകൾ അല്ലാതെ പിന്നെ പരിപാടി ചെയ്തൊക്കെ അമ്മ ശരിക്ക് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കുള്ളതെല്ലാം അത് തന്നെയാണ് ഫണ്ട് പോകുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു ഫണ്ടിങ് സമാഹാരം എന്ന് പറയുന്നത് ഒരു തുടക്കം കുറിച്ചത് ദിലീപേട്ടൻ തന്നെയായിരുന്നു. അതെ, ഫണ്ട് അമ്മയ്ക്ക് കൊണ്ടുവന്ന് ദിലീപായിരുന്നു. ഈ അമ്മയിലൊക്കെ സജീവ പ്രവർത്തകയാണെന്ന് ഞാൻ കേട്ടു. പിന്നെ അത് തീർച്ചയായും പിന്നെ ഇതിനകത്ത് മറ്റേ അമ്മയ്ക്കുള്ളിൽ തന്നെ എല്ലാവർക്കും ദിലീപ് പൈസ കൊടുത്തിട്ടുണ്ട്, പലരെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കുടുംബമല്ലേ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കുടുംബത്തിരിക്കണ്ടേ, ചെല്ലണ്ടേ, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ. എൻ്റെ കുടുംബം എൻ്റെ സിനിമ, എൻ്റെ അമ്മ എൻ്റെ സിനിമ എന്ന് പറയുന്ന മേഖല തന്നെയാണ്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു തറവാടാണ്.